കുളി ഒഴിവാക്കടാ വീടിവിടെ ഞാൻ ഇറങ്ങാൻ വേണ്ടിട്ട് അറിയുന്നുണ്ട് ഇവിടെ ഇതേപോലെ കൊണ്ട് ഇറങ്ങാൻ വേണ്ടി പോയതാ തല എടുത്തിട്ട് കിട്ടുന്നില്ല കൊമ്പ് കുട്ടി കിട്ടുന്നില്ല സംഭവമാണ് അവന്റെ മുണ്ട് പോയി മേടിക്കാണ്ടാണ് എല്ലാരും വെച്ച് വീടാണ് മുണ്ടെടുക്കാൻ വേണ്ടി ആടിയതല്ല വീണ സ്ലിപ്പായി പോയതല്ല തല അടിക്കാനോ ഇപ്പൊ പറഞ്ഞാൽ അടിച്ചില്ല കുഞ്ഞാവിനായിട്ടില്ല കോച്ച് ടെസ്റ്റ് ചെയ്തിരുന്നു അതോട് ഡെമോ ചെയ്തോടാ പെണ്ണോ ഡെയിലി വീടോട് ഇടല്ലേ നടന്നോ പതിനൊന്ന് 10 കൊച്ചു നടന്നാലും മെന്നത് എൻജോയ്മെന്റ് ഇവിടെ കൊച്ചു നടന്നാലും ബെന്നത് കുറച്ച് എൻജോയ്മെന്റ് ആയിന്നറിയാം അവിടെ പൂള് വയ്ക്കില്ലല്ലോ അല്ലേ പൂളിന് വില ചെയ്യുന്നില്ല പക്ഷെ പൂളുണ്ടെങ്കിൽ ഇത്ര റിസ്ക് ഇല്ലെങ്കിൽ ഇതെല്ലാം രസമാണ് അഡ്വഞ്ചറാണ് രസം ഇത് പറഞ്ഞാല് റോസ് ആണ് മറ്റേ ആർട്ടിഫിഷ്യൽ മറ്റേ കുട്ടികളൊക്കെ ശരിക്കും അതാണ് ഈ കയറ്റം കയറിയതും അതെ പ്രശ്നം ഇല്ലല്ലോ കണ്ണാടി കഴിഞ്ഞു ഇട്ടില്ലെങ്കിലും ഇട്ടില്ലെങ്കിലോ ഞാൻ ഇടാനില്ലല്ലോ ഇടാണ്ടിക്കില്ലല്ലോ കുളിക്കാൻ വേണ്ടി അയച്ചേന് അങ്ങനെ ഞാൻ കുളിക്കാൻ വേണ്ടി എപ്പോഴും ഒരു ആണ്ട് ശീലമുണ്ട് ഞാൻ കുളിക്കലുണ്ട് ഞാൻ കുളിക്കലുണ്ട് അച്ഛൻ കൊണ്ട് പറയാനുണ്ടോ സൂര്യകാർക്ക് വളരെ നിക്കാൻ കഴിയില്ല കുട്ടികള് ആ കുളിച്ചോണ്ട് നല്ല ബൈക്ക് ഇറങ്ങിയ 12 ആയി പിന്നെന്താ പരിപാടി ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ലല്ലേ 12 എല്ലാരും ഒരുമിച്ച് പോകാനില്ല പോകുമ്പോ ഉറങ്ങാത്തവരൊക്കെ ഉള്ള ഒപ്പരുണ്ട് ഓരോ വണ്ടിയായിട്ട് ഇങ്ങനെ വിട്ടാ മതി വേക്കിൽ പോകാൻ എയർപോർട്ട് എത്തപ്പാടിട്ട് പോയണ്ട അല്ലോ നോക്കിയാ മതി അല്ലാണ് പറപ്പിക്കാൻ കിടന്നിട്ട് വില കൊണ്ടുപോയി ഇതല്ലേ വേസ്റ്റ് അല്ലേ കുടിക്കുന്നേ അട്ട കുടിക്കുന്ന രക്തം നമ്മളെ ഏറ്റവും മോശപ്പെട്ട രക്തമാണല്ലോ സാധനങ്ങളൊക്കെ ഇല്ലേ ഷോപ്പിംഗ് അത് മതിയായി കഴിഞ്ഞാല് ബ്ലഡ് ഒലിക്കാൻ തുടങ്ങും പുറത്തേക്ക് അത് മതിയായി കഴിഞ്ഞാൽ അതിനെ കൊല്ലും അതിനെ കുടിക്കട്ടെ കാൽമച്ചോറില്ലാത്ത ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ഇതുണ്ടല്ലേ ആനക്കുളം പോയി വരുമ്പോഴേന് വെള്ളിമാട് കുന്ന് എത്തുമ്പോഴാണ് ചക്കന്മാരെ വരണം അതിന്റെ നടപ്പുറത്ത് കൂടി എന്താ ബ്ലഡ് ഒലിക്കുന്നത് നോക്കുമ്പോ ഇത്ര ഈ പണ്ണം വെച്ചിരിക്കണു കുടിച്ചിട്ട് നടപ്പുറത്ത് മസാജാണൊക്കെ അട്ടൻ കറാപ്പുണ്ട് അല്ല മീന് അട്ടന് കറാപ്പുണ്ട് അറിയോ അട്ടനെ കറാപ്പുണ്ട് ചക്ക സീസൺ ആകുമ്പോ നോക്കിയാൽ ഓർമ്മയുണ്ടാവും അടുത്ത ചക്ക സീസൺ ആകുമ്പോ
കാട്ടുപോത്തൊന്നും ഇറങ്ങാനില്ലേ ഇവയ്ക്ക്? പന്നിയുണ്ടോ? പന്നി ഒന്നുകൂടി പറയും. എന്ത് മാനോ? പന്നി അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ പറമ്പിലേക്ക് ഉപദ്രവിക്കോ? പിന്നെ കൂട്ടാകുമ്പോ ഒന്ന് ഓടുമ്പോ മറ്റേ ഓടിക്കും. ഈ ഒറ്റ തിരിഞ്ഞ് നടക്കണത് വലുതാണ്, ആളെ ഉപദ്രവിക്കണേ. ഇവിടെ കൃഷിയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? കൃഷി എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൃഷിയില്ല. അതായത് ഇതെല്ലാം വാഴ കൃഷി ആയിരുന്നല്ലോ, എല്ലാം പന്നി ആന ഇറങ്ങാണ്ട്. ആന ഇറങ്ങുന്നുണ്ടോ? ആന ഉണ്ട് ചക്ക സീസണിൽ മാത്രം. ആന കയറുമല്ലോ, മല കയറും ആന. പിന്നെ ആന മല കയറുള്ളൂ. മലയോ ഇതിലൊക്കെ എത്രയോ 100 പ്രാവശ്യം ഇതിലേക്ക് പോയി. പാമ്പുണ്ടോ? പെരുമ്പാമ്പ്? വരുമ്പോ നമ്മളെ കണ്ടില്ല. രാജാമ്പലുണ്ട്. രാജമ്പലുണ്ട്. ഈ രാജാമ്പലാണ് ഇങ്ങോട്ടൊന്ന് കടിക്കുക. ഇല്ല രാജാമ്പലം ഇങ്ങോട്ടേക്ക് വരൂല. മൂർക്കനെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പശുവിനെ ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി. 2 പശുവും അമ്മയും മകളും കൂടെ അങ്ങോട്ട് കടന്നു പോയി. ഞാനിവിടെ നോക്കി ഇത്രയും പാതിനെയാക്കി ലോകത്ത് കൊണ്ടിട്ട് ഇത്രയും വണ്ണമുണ്ട് ഇങ്ങനെ കിടക്കുക. പശു ഇതിലേങ്ങ് പോയി, ഇതിങ്ങനെ സൈഡ് വെച്ച് പോയി താഴെ. ഞാൻ പിന്നെ പശു പോയില്ലേ, പിന്നെ കെട്ടാനൊന്നും പോയില്ല. പിന്നെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആ പശു രണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. ഭാഗ്യം. എങ്ങനെ വിശ്വസിച്ച് കടന്നു പോകണമെന്ന് ഓർത്തു. എവിടെ കിടക്കണമെന്ന് അറിയാൻ പറ്റുമോ? പക്ഷെ പെരുമ്പാമ്പണി വളരെ ഡിസൈൻ ഉണ്ടല്ലോ. ഡിസൈൻ ഒന്നുമില്ല, അങ്ങനെ ഇത്രയും വലിപ്പമുള്ള ആദ്യമായിട്ട് തന്നെ. മാനെല്ലാം ഉണ്ടോ? താമസം കുരങ്ങുണ്ടോ? ഇല്ല കുരങ്ങില്ല. കുറച്ച് ഡൗട്ട് കയറാണ്ട്. ഇല്ല മൂപ്പരാക്ക് പണിയുണ്ട്, പോയിക്കോട്ടെ. കുറച്ചേരി പോവാ. ഞാൻ ഇങ്ങോട്ട് ചെങ്ങാനെ കണ്ട് അതാ എനിക്ക് പരിചയപ്പെടുത്താൻ. കഥ പറയുന്നു. ഇവിടുത്തെ പന്നി വെള്ളം ആന മുള്ളമന്തി ദിവസം പറഞ്ഞേ കാട്ടുപന്നി കാട്ടുപുളി. പാതി ഓരോ ഡ്രസ്സില്ലേ അവിടെ? എന്തല്ലേ ഇതിന്റെ മൂട്ടിന്റെ പാതിൽ ചളിയാണ്. ടൂറ് മുതലായാലും പിള്ളേരൊക്കെ വരച്ചില്ല എടാ, ആകാശം വരച്ചില്ല. ഞാൻ നേരത്തെ പോയിക്കോട്ടെ. അവിടെ റിസോർട്ടിനോടോ ബാഗ് ഞാൻ നാട്ടത്തിൽ ഇപ്പൊ ഞാൻ കോഴിക്കോട് എത്തിണ്ടോ ഇപ്പോ വേണ്ടേച്ചാ പാതിണ്ടായില്ല. നമ്മൾ പോയ പാറ വണ്ടി ഒന്നും അതിലുണ്ടല്ലോ. സാധനം അമ്മാര് വണ്ടിയല്ലേ അതടാ ഇങ്ങനെ അങ്ങോട്ട് ആ മറ്റിന്റെ ആ പാറിന്റെ അടി കൂടെ വണ്ടി എന്തായാലും ഇവിടെ കണ്ടാവും. നമ്മള് വന്ന വഴി നോക്കിക്കോ. മുഖാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ചേച്ചാണ്ട് പെരടെ അടിക്കരുത്. കൈ പൊട്ടിക്കോട്ടെ ഇതിലെ ഷൂരിക്കളി ഇത് പ്രശ്നമില്ല. ഇത് നമുക്ക് പതുക്കെ ഇറങ്ങിയിരിക്കുന്നത് സ്ലോ മോഷനിൽ. എന്താ പ്രശ്നം സാർ? അപ്പൊ ഞാൻ പിടിക്കണോ? പാസ് ചെയ്ത് കേട്ടോ. 2 ഗെയിം സാധനം ക്യാച്ച് പിടിക്കൂ. ഫ്രീ ആക്കി സെറ്റിനെ ഇറങ്ങിക്കോളി. ഞാൻ പിന്നെ പുകയാണെങ്കിൽ എടുക്കും, ബാലൻസ് കിട്ടും. ചേട്ടാ
നടന്നിറങ്ങിയാ മതിയാ ഓനക്ക് ഇനി ഒന്നും വേണ്ട ഒരു സാധനം വേണ്ടല്ലേ പാതി വേഗം അവിടെ എത്തിയാൽ മതില്ലേ പാതി ഫുള്ള് ഇറക്കാന്നല്ല കഞ്ഞി കുടിക്കുന്നോ എല്ലാവർക്കും വിശക്കുണ്ട് വെള്ളം പോയിട്ട് അടിക്കും ആ വീട്ടിൽ എത്ര മാതോളുകാരല്ലേ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന സാധനം ഇവിടെ ഇവിടെ നല്ല കാലാവസ്ഥ വയനാട്ടിലും അങ്ങനെ തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന സാധനം അനുയോജ്യമായ അന്തരീക്ഷം. ആ എപ്പം വീണ് വെച്ചാൽ മതി ഇപ്പം വീണ് വെച്ചാൽ മതി നന്നിട്ട് ഇറങ്ങില്ല അല്ലേ? ഇപ്പോഴത്തെ മയത്ത് വരുമ്പോൾ ഇത് ഇറങ്ങില്ല. ഇതൊന്നും നല്ല ചെറിയ കുട്ടികളില്ലേ 10 വയസ്സിന് മേപ്പോട്ടുള്ള കുട്ടികൾ അതിലേക്ക് നടക്കുള്ളൂ. ഏത് ഇങ്ങനത്തെ ഈ സ്ഥലമൊക്കെ അല്ല ജാസോ 10 വയസ്സിന് മേപ്പോട്ടുള്ള കുട്ടികൾക്ക് അതൊക്കെ നടക്കുള്ളൂ. മേപ്പോട്ട് എന്തേലേ പൊടിമൊക്കെ അനങ്ങാൻ കഴിയില്ല. കാരണം എന്താ നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഓലെടുത്തിറക്കണ പണി ഉണ്ടാവും. ഇങ്ങോട്ട് വരുന്ന കുഴപ്പമില്ല. ഇങ്ങോട്ട് പോടാ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോവാ 2 ആഴ്ച കേട്ട് എനിക്ക് മാറ്റമായിരുന്നു സിലിണ്ടർ മോളായിരുന്നു. എല്ലാരും പോയിട്ട് വേം ബാത്റൂം കാലാക്കി തരണേ. എന്തു മോനെ പാതിന്റെ ഒരു ഓട്ടം പെടുന്നു നോക്കിയോണ്ട് അടിച്ച് പൊളിച്ചു കൊടുക്കും. ഞാനും പതി മാറിക്കണം പറയും. എല്ലാവരോടും മാറാൻ പറയട്ടെ പതിയെ ഞാൻ നമ്മളെ മുന്നിലാണ് പറയും. ഒപ്പിച്ചില്ലേ പറയും എല്ലാത്തിനും നമുക്ക് ഓട്ടിച്ച് കിട്ടോ. ഫസ്റ്റ് നമ്മൾ ഞാൻ പിടിച്ചിക്കണേ. ഫസ്റ്റ് മാറിക്കേ ഫസ്റ്റ് എല്ലാത്തിനും കാട്ടി സെൽഫ് മോട്ടിവേഷൻ വേണ്ടത് ബിരിയാണോ? അപ്പൊ ഓടിരിക്കണ്ടേ? അല്ല വേറെ ആരും കൂട്ടിട്ട് പോയി. അതല്ല ബോർഡ് കണ്ടിക്കണേ. ഈ രാവിലെ കുട്ടികളെ ഉറങ്ങിയിട്ടില്ലേ കട്ടൻചായി ബോർഡിന്റെ കുട്ടികളെ ഞാൻ ഉറങ്ങിച്ചിട്ട് ആ ചങ്ങായി ഇരട്ടിട്ട് വാങ്ങി കൊടുത്തു. എനിക്ക് 100 ഉണക്കായി വീടല്ലേ മാറ്റിക്കാന്ത്രിക്കും. അത് റബ്ബറിനാണ്. റബ്ബർ മരയുടെ റബ്ബർ ഇട്ടിടത്തല്ലേ ഇതുണ്ടാവുക. ചേട്ടാ റബ്ബർ അടിക്കാണ്. പിന്നെന്താ എന്നാ വെറുതെ ഉണ്ടാക്കിയായിരിക്കുമല്ലേ? അങ്ങോട്ടുണ്ടാവും. ഉണ്ടാവും. റബ്ബർ അടിക്കോട്ടല്ലേ? റബ്ബർ ഓഫീസാണ്. ആരാ റബ്ബറിന്റെ ഓഫീസാ? ഓരോ ഓഫീസോ ഇവിടെ ഇതിനെ ഓഫീസ് എന്ന് പറയില്ലേ? നമ്മളൊക്കെ കുട്ടി പറയാൻ അങ്ങനെ എന്റെ സംഭവം പറയും. നടക്കണ്ടെന്നോ? വന്ന 10 അമ്മ വല്ല 10 രൂപ 1 2 അങ്ങനെ പോകുന്നു. കൈ ചൊറിൻ്റെ അവർക്ക് ആ പുസ്തകം അയ്യാസം ചൊറി. പിന്നെ നമ്മൾ സിമ്പിള് നമുക്ക് ഇവിടെ പൊട്ടിക്കാം. നമ്മളെ പൊട്ടിക്കാം. ഫസ്റ്റ് ഇട്ടോ ഫസ്റ്റ് കാണാൻ ഓടില്ല. ഡ്രസ്സൊക്കെ എല്ലാവരും തുടങ്ങിയില്ലേ? വലിയ കാക്കലൂടെ ചെറിയ അമ്മായിയെ സ്ഥലക്കള്ള അവിടെ നാണീൻ്റെ അവിടെ ഞാൻ വലിയ കാക്കൽ തന്നെ
ഞാനങ്ങനെ നിർത്തിയ എനിക്ക് വേദന അല്ലടാ ബലൂണ് പറഞ്ഞിട്ടില്ലേ ഓയ് പേരൊക്കെ എവിടുന്ന് പേരൊക്കെ ആരെ കണ്ടോ അപ്പൊ നിങ്ങൾ വണ്ടി